മുല്ലപ്പൂവിന്റെ മണത്തിലാണ് ഞാൻ മൂക്കിനകത്തോട്ട് അടിക്കുന്നത്. ഏതാണ്ട് വിഷവാതകം. അപ്പൊ മുല്ലപ്പൂവിന്റെ മണത്തിലാണ് വിഷവാതകം അടിക്കുന്നത്. മൂക്കിനകത്തോട്ട് ഇങ്ങനെ അടിക്കുക മുഖത്തോട്ട്. ഗുരുവൊക്കെ എടുക്കുന്ന കാണിച്ചപ്പോ സയൻസ് അറിയാവുന്നവർ പറഞ്ഞാ ഇങ്ങോട്ട് പറഞ്ഞാ ടെക്നോളജി വഴി. സയൻസ് അറിയാവുന്നവർ പറയുക ഇപ്പം ടെക്നോളജി വഴി അല്ലയോ. ഞാൻ പറഞ്ഞു അന്നേരം ഇങ്ങോട്ട് പറയുക കേട്ടോ. ഗൂണ്ടവഴി നടക്കുക ഫോണിനകത്ത് ഈ സാമാനമെല്ലാം ഇട്ടുകൊണ്ട് ലേസറും ലൂസറും സോനാബാത്ത്. മുഖം നമ്മളങ്ങോട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ വിയർപ്പിക്കും. പല പല വേദകളാ. വേറെ ആളെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മുഖം വിയർപ്പിച്ച് ഇങ്ങനെ ഒഴുകുന്നത്. ഡൽഹിയിലേക്ക് ഇങ്ങനെ പൊട്ടൊക്കെ അങ്ങ് ഒഴിക്കുമായിരുന്നു. പൊട്ടുവരെ അങ്ങ് വെക്കുന്നതങ്ങ് ഒഴുകി കളയുക. അത്ര രോഗമായിരുന്നു. ഞാൻ പലരെയും ശ്രദ്ധിച്ചു, അവർക്കൊന്നും ഒഴുകുന്നില്ല. അവരെല്ലാം ജോലി എടുക്കുന്നവരും വലിയ പാറമട പണിയുന്നവരൊന്നും മോണ്ട ഇതുപോലെ വിയർക്കുന്നില്ല. വലിയ കട്ടിപ്പണി ചെയ്യുന്നവരെ നമ്മൾ ശ്രദ്ധിച്ച് അവരൊന്നും വിയർപ്പിങ്ങനെ ഒഴുകുന്നില്ല. എന്തുവാണ് ഉമ്മാടെ വിചാരം ആർക്കും ഒന്നും അറിയത്തില്ലെന്ന്. അതുപോലെ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം നല്ലപോലെ. സയൻസ് ഒക്കെ പഠിച്ചവർ നല്ലപോലെ ഉണ്ട് പണ്ടാ നല്ലപോലെ സയൻസ് പഠിച്ചവരുള്ളത്. ചുമ്മാ പഠിക്കാൻ പോകാൻ പറഞ്ഞു പോവുക. ആ സാറിന് അറിയാം നല്ലപോലെ ഞാൻ പണ്ട് പഠിച്ചതാണെന്ന്. കേട്ടോമേ. MBA മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന് പഠിച്ചത് ആ സാറിന് അറിയത്തില്ല. LLB കാരിയാണെന്നറിയാം. LLB കാരിയായെന്നറിയാൻ പാടുണ്ടോ. എന്നോട് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു അവിടെ ഒക്കെ പോകുന്ന വഴി ഇങ്ങനെ അങ്ങ് പുറകിൽ നടക്കുക എന്ന് പറഞ്ഞു ആൾക്കാര്. സീനിയറിനെ കണ്ടുപിടിച്ചാൽ ഉടനെ രോഗം പല പല രോഗങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ അത് കൊള്ളാമല്ലോ അമ്മമാര്. ഭയങ്കര രോഗമാണല്ലോ എന്നാ പറയുന്നത്. അമ്മമാരുടെ വിചാരം ആർക്കും അറിയത്തില്ലെന്നാ. നല്ലപോലെ അറിയാം. ലേസറും ലൂസറും എല്ലാം നല്ല ശരിക്കും അറിയാവുന്ന ആൾക്കാരുണ്ട്. നല്ലപോലെ പഠിക്കണം അതിന്. പഠിക്കാത്തവരാ ചെയ്യുന്നത്. അവന്മാർക്ക് ഇതൊന്നും അറിയത്തില്ല. എന്തോ ഇങ്ങനെ ഫോണിങ്ങനെ അനക്കി ഇരുന്നാൽ മതിയല്ലോ. ഫോണിങ്ങനെ ഓണാക്കി ഇരുന്നാൽ മതി. പുറകിൽ ഇങ്ങനെ ഈ ആപ്പ് വർക്ക് ചെയ്തോളും. ഇവന്മാരുടെ ജോലി ഇതെന്തുവാന്നും അറിയത്തില്ല. ഇവന്മാരെന്തോ ചെയ്യുന്നതെന്നുള്ളത്. ഇവന്മാരുടെ പരിപാടി ഇതാ. പുരികം പറിക്കുക, മറ്റേത് പറിക്കുക, കാലയുടെ വണ്ണം കുറയ്ക്കുക, കാലിന്റെ ഈ എന്തുവാ നമ്മൾ പാദസരമൊക്കെ ഇടുന്ന ആ ഭാഗത്തെ വണ്ണം കുറയ്ക്കുക, പിന്നെ കറപ്പിക്കുക, പല പല വേലകളാണ്. മുഖം വിയർപ്പിക്കുക. എന്താ ഇത്ര വിയർക്കാൻ? ഇങ്ങനെയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. വിയർപ്പിക്കുക. മോന്തയും ഓരോരോ പാർട്ടാ വിയർപ്പിക്കുന്നത്. സോനാബാത്ത് പോലെ ഇതൊക്കെ കൂടെ പിള്ളേരൊക്കെ രാവിലെ നടന്നു എല്ലാം പോകുന്നു. നമ്മളിവിടെ വെറുതെ കുത്തിയിരിക്കുക. നടന്നു പോകുന്നവരെ ഒന്നും മുഖം വിയർക്കുന്നില്ല. നല്ല ഒന്നാന്തരമായിട്ട് ഒരുങ്ങി കെട്ടി എല്ലാവരും പോകുന്നത്. ഒരു വിയർപ്പുമില്ല അവർക്ക്. ആ വിയർപ്പൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക്. അല്ലാതെ എന്തോ നമുക്ക് അതിൽ കൂടുതൽ വല്ല വിയർപ്പും ഉണ്ട് ഇവിടെ. ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ള വിയർപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞാൻ രഞ്ജു ബേക്കറി ചെല്ലുമ്പോൾ അവിടെ നല്ലപോലെ പണിയെടുക്കുന്നവരാ. അവിടെ എന്തോ തൂക്കി കൊടുക്കുന്നവരോ അവർക്കൊന്നും ഒരു വിയർപ്പും ഇല്ല. നമ്മളങ്ങ് വിയർക്കുക.
വിയർപ്പ് എന്തായാലും. ഡൽഹി വെച്ച് പൊട്ട് വരെയായിരുന്നു അങ്ങ് കളയുന്നത്. പൊട്ട് വരെ അങ്ങോട്ട് കുളിച്ചിട്ട് വരുമ്പോഴേ അങ്ങ് വിയർക്കുക കേട്ടോമേ. കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, അങ്ങ് വിയർത്തങ്ങ് ഒഴുകുക കുളിക്കുന്നതിനെക്കാട്ടിലങ്ങ്. ഇതാ ഇതെല്ലാം വേലകളായിരുന്നു. ഈ വേലകളൊക്കെ കണ്ടില്ലെങ്കിലും അതിന് മുമ്പില്ലാത്ത വേലകളാ. ഇതിന് മുമ്പുമല്ല ഇവിടെ തന്നെ താമസിച്ചത്, അന്നൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ വിയർപ്പ്. ഇത് ചുമ്മാ ഫോണും ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇരുന്നാ പോരായോ. വല്ലവനെയൊക്കെ ഉപദ്രവിച്ച് ഇങ്ങനെ ഫോണും മേലോട്ടും ആക്കി താഴോട്ടും ആക്കി വാട്സപ്പും പിന്നെ ഫേസ്ബുക്കും പിന്നെന്തുവാ ഇങ്ങനെ അത് ഒക്കെ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നാ മതി. ഇത് അടിച്ചോളും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ. ആ കൊന്ന ഹരീഷ് റാണയുടെ സാധനങ്ങളെല്ലാം എടുത്താ കൊച്ചനെ കളഞ്ഞത്. ഹരീഷ് റാണ എന്ന് പറയുന്ന ആ പയ്യനെ വെള്ളവും ആഹാരം ആൾക്കാർക്ക് എന്തെല്ലാം എഴുതുന്നത്, വെള്ളം ആഹാരം കൊടുക്കാതെ കൊന്നേച്ച്. അതാ മരുന്ന് കൊടുത്ത് കൊല്ലാഞ്ഞ അവന്റെ ഓർഗൻസ് ഒക്കെ എടുക്കണ്ടായോ. അതിനാ അവനെ മരുന്ന് കൊടുത്ത് കൊല്ലാഞ്ഞത്. അപ്പൊ അതിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ മരുന്ന് കൊടുത്ത് അതിനെ കൊന്നാലേ. അതിനാ അവന്മാര് പട്ടിണിക്കിട്ട് അതിനെ കൊന്നു. ആൾക്കാരെന്തെല്ലാം പറയുന്നത് പട്ടിണി വെള്ളവും ആഹാരവും കൊടുക്കാതെ അതിനെ വരച്ചു കൊന്നെന്ന്. ഇതിനാ അങ്ങനെ വരച്ചു കൊന്ന് അതിന്റെ ആന്തരികാവയവം എല്ലാം എടുത്ത് വിറ്റ് നല്ല കാശാക്കി. ഇതുപോലെ കുറെ ഓർഗൻ മാഫിയ ആൾക്കാർ എഴുതുന്നുണ്ട്. ഈ ഓർഗൻ മാഫിയ ഇനിയിപ്പം തുടങ്ങുമെന്ന്. മാഫിയ ഇങ്ങനെ നടക്കുക, മാഫിയകൾ വലിയ ഗൂണ്ടായുസമായിട്ട് നടക്കുക, ഗൂണ്ടാരാജുവായിട്ട്. എത്ര ദിവസം വെള്ളവും ആഹാരവും കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അതിനെ കൊന്നത് ഭഗവാനെ. തുള്ളി വെള്ളം കൊടുക്കാതെ കൊന്നു. ഈശ്വരന്മാരെ ഇന്ദ്രന്മാരെയൊക്കെ ഒടുക്കത്തെ വായിക്കണേ ഭഗവാനെ ഈ ചെയ്യുന്നവർ, ഈ ക്രൂരത ചെയ്യുന്നവരെന്ന്. തുള്ളി വെള്ളം കിട്ടാതെ ചത്തെന്ന് പറഞ്ഞാൽ എന്തോ ഇതാ ഈശ്വര. ആൾക്കാർ അത് തന്നെ എഴുതി ചോദിക്കുക കമന്റിനകത്ത്, തുള്ളി വെള്ളം കൊടുക്കാതെ അതിനെ കൊന്നോന്ന്. ഇത്രയും രാക്ഷസ ജന്മങ്ങളുണ്ടോടാ. ഇങ്ങനെ നടക്കുമല്ലേ കുറെ ഫോണും കൊണ്ട് ഇങ്ങനെ രാക്ഷസ ജന്മങ്ങൾ. എന്നിട്ട് അവിടെ പൂജയ്ക്കും ഇവനൊക്കെ പൂജ ചെയ്താൽ എന്തോ പ്രയോജനം. ഇവനൊക്കെ പൂജ ചെയ്താൽ എന്തോ പ്രയോജനം വഹിച്ചില്ല. ഇവനൊക്കെ പൂജ ചെയ്യുന്നതും ഇല്ലാതായിപ്പോ. പൂജയ്ക്കാണെന്നും പറഞ്ഞ വരിക. എന്തോ പൂജയാണ് ഇവൻ ചെയ്യുന്നത്. അന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാവർക്കും ജോലി കിട്ടി, ഗവൺമെന്റ് ജോലി. ഈ സാറും എന്താ പ്രൈവറ്റ് സെക്രട്ടറി ആയി കേട്ടോമേ. അപ്പൊ അവർക്കൊന്നും ഒന്നും അറിയാത്തതാണോ. സാറ് കണക്കായിരുന്നു. സാറ് പ്രൈവറ്റ് സെക്രട്ടറി എന്തുവാ, പ്രൈവറ്റ് സെക്രട്ടറി അല്ല, എന്തുവായിരുന്നു, പഞ്ചായത്ത്